بحمد ربي أبدأ المنيرة ثم الصلاة والسلام السيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد الله منه مفرد. السلام عليكم ورحمة الله. بسم الله الحمد لله رب العالمين والصلاة والسلام على رسول الله. നമ്മുടെ ഉമ്മ ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് ആദ്യം കടന്നു വന്ന മഹദിയാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ. ഹിജ്റയുടെ 68 വർഷം മുമ്പാണ് അവരുടെ ജനനം. ഹിജ്റയുടെ 3 വർഷം മുമ്പാണ് അവരുടെ വഫാത്ത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 50-ാമത്തെ വയസ്സിൽ മരണസമയത്ത് 65 വയസ്സായിരുന്നു അവരുടേത്. ഉപ്പ ഹുവൈലിദ് ഇബ്നു അസദ്, അദ്ദേഹത്തിൻ്റെ പരമ്പര, പിതാവ് വഴിയുള്ള പരമ്പര ഖുസൈ, ആ ഖുസൈ എന്ന പിതാമഹൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിലേക്ക് ചേരുന്നു. അതുപോലെ ഉമ്മ ഫാത്തിമ ബിൻത് സായിദ, ഉമ്മയുടെ പരമ്പര ലുഐയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിലേക്ക് ചേരുന്നു. പല പേരുകളിൽ അവർ പ്രസിദ്ധയാണ്. അത്താഹിറ, സയ്യിദത്തു ഖുറൈശ്. താഹിറ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ. അതുപോലെ തന്നെ ഖുറൈശികളിലെ നേതൃത്വം വഹിക്കുന്ന സ്ത്രീ എന്നൊക്കെ അർത്ഥത്തിൽ ജാഹിലിയത്തിൽ തന്നെ അവർക്ക് പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ വിളിപ്പേരാണ് ഉമ്മുൽ ഖാസിം. നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാസിം എന്ന മകനിലേക്ക് ചേർത്ത് അബുൽ ഖാസിം എന്ന പേരിൽ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. ഉമ്മുൽ ഖാസിം എന്ന പേരിൽ ഖദീജ റളിയല്ലാഹു തആല വിളിക്കപ്പെട്ടു. ഉമ്മു ഹിന്ദ് എന്ന പേര് കൂടെ അവർക്കുണ്ട്. അവരുടെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് ജമാൽ, നല്ല ഭംഗിയുള്ള സ്ത്രീയായിരുന്നു ഖദീജ റളിയല്ലാഹു തആല. ദഖാ, നല്ല കൂർമ്മബുദ്ധിയുള്ള, നല്ല ബുദ്ധിശക്തിയുള്ള മഹദിയായിരുന്നു അവർ. ഇൽമ്, നല്ല അറിവുള്ള മഹദിയായിരുന്നു. ഹിക്മ, നല്ല വിവേകമുള്ള സ്ത്രീയായിരുന്നു ഖദീജ റളിയല്ലാഹു തആല. ആദ്യ വിവാഹം മാലിക് ഇബ്നു അന്നബാഷ് എന്ന പേരുള്ള വ്യക്തിയുമായി ആദ്യ വിവാഹം നടന്നു. അബൂ ഹാല എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട്. ആ വിവാഹത്തിൽ ഹിന്ദ് എന്ന ഒരു ആൺകുട്ടി, ഹാല എന്ന അടുത്ത ആൺകുട്ടി, അൽ ഹാരിസ് എന്ന മൂന്നാമത്തെ ഒരു ആൺകുട്ടി, സൈനബ് എന്ന ഒരു പെൺകുട്ടിയും അവർക്കുണ്ടായിട്ടുണ്ട്. അതിൽ ഹാല എന്ന രണ്ടാമത്തെ ആൺകുട്ടി ഉഹദിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ, മുസ്ലിമീങ്ങളുടെ കൂടെ പങ്കെടുത്ത വ്യക്തി കൂടെയാണ്. ആദ്യ ഭർത്താവ് മരണപ്പെട്ടു. അതിനുശേഷം രണ്ടാമത് ഒരു വിവാഹം കൂടെ അവരെ കഴിച്ചു. അതീഖ് ഇബ്നു ആഇൻ, അതിൽ ഹിന്ദ് എന്ന ഒരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ 2 വിവാഹങ്ങൾ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടേത് കഴിഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് കച്ചവട രംഗത്തുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. പ്രധാനമായി അറബികളുടെ അന്നത്തെ കച്ചവട രീതി, ഷാമിലേക്ക് അവർ കച്ചവട ചരക്കുകൾ കൊണ്ടയക്കും. അതുപോലെ തന്നെ ഷാമും യമനും അവരുടെ പ്രധാന കച്ചവട മാർഗങ്ങളായിരുന്നു. സമ്പത്തുള്ള ആളുകൾ ആരുടെയെങ്കിലും കൈകൾ സമ്പത്ത് ഏൽപ്പിക്കും. അവർ കച്ചവടം ചെയ്ത് ആ ലാഭം ഇവരുടെ സമ്പത്ത് ഉള്ള ആളുകളുടെ കൈകളിൽ ഏൽപ്പിക്കും. അങ്ങനെ ഖദീജ റളിയല്ലാഹു തആല അൻഹ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, പ്രവാചകനെ കച്ചവടത്തിന് വേണ്ടി നിയോഗിക്കുന്നു. അന്ന് നബുവത്ത് ലഭിച്ചിട്ടില്ല. വളരെ ചെറിയ പ്രായമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഖദീജയുടെ ഗുലാം മൈസറ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുണ്ട്. ആ യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റം കണ്ട് മൈസറ അത്ഭുതപ്പെടുകയാണ്. കച്ചവടത്തിൽ അതുവരെയില്ലാത്ത ലാഭമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചത്. മാത്രവുമല്ല, കച്ചവടത്തിലെ കൃത്യത, കണക്കുകളിലെ സത്യസന്ധത, പെരുമാറ്റത്തിലെ സൗന്ദര്യം, ഇടപെടലുകളിലെ ആ അദ്ദേഹത്തിൻ്റെ മാന്യത, ഇതെല്ലാം മൈസറയെ അത്ഭുതപ്പെടുത്തി.
കച്ചവടം കഴിഞ്ഞ് തിരിച്ചെത്തിയ മൈസറ ഖദീജ റളിയല്ലാഹു തആലയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകൾ പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രവുമല്ല, അതുവരെ അവർ ചെയ്ത കച്ചവടത്തിൽ അതിനേക്കാളെല്ലാം ഇരട്ടി ലാഭമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കച്ചവടം ഏൽപ്പിച്ചപ്പോൾ ലഭിച്ചിട്ടുള്ള അത്രയും സത്യസന്ധത പുലർത്തിയ കച്ചവടം. ഖദീജ റളിയല്ലാഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹം അന്വേഷിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം ആലോചനകൾ നടന്നു. ഖദീജ റളിയല്ലാഹു തആലയുടെ പിതാവ് അന്ന് മരണപ്പെട്ടിട്ടുണ്ട്. പിതാവിൻ്റെ സഹോദരൻ അംർ ഇബ്നു അസദ്, അദ്ദേഹം വലിയായി നിന്ന് ഖദീജ റളിയല്ലാഹു തആലയുടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും വിവാഹം നടക്കുകയാണ്. പ്രബലമായ അഭിപ്രായ പ്രകാരം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് 25 വയസ്സും ഖദീജ റളിയല്ലാഹു തആലയ്ക്ക് 40 വയസ്സുമായിരുന്നു. ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു തആലയ്ക്കുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആദ്യമായി കൊണ്ട് ഇസ്ലാമിനെ കേൾക്കുന്നത് ഖദീജ റളിയല്ലാഹു തആലയാണ്. ഭാര്യമാരിൽ ഖദീജ റളിയല്ലാഹു തആലയിൽ മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. 2 ആൺകുട്ടികളും 4 പെൺകുട്ടികളുമടക്കം 6 മക്കൾ ഖദീജ റളിയല്ലാഹു തആലയിൽ ഉണ്ടായി. മാത്രവുമല്ല, എപ്പോഴൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങായി, തണലായി, ആശ്വാസത്തിന്റെ വാക്കുകളായി ഖദീജ റളിയല്ലാഹു തആല ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, ജാഹിലിയത്തിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യത്തെ വഹി എന്നുള്ളത് ചില പുലരുന്ന സ്വപ്നങ്ങളാണ്. പ്രഭാതം പോലെ പുലരുന്ന സ്വപ്നങ്ങൾ. സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് പ്രഭാതത്തിൽ പുലരുകയാണ്, അടുത്ത ദിവസങ്ങളിൽ പുലരുകയാണ്. അങ്ങനെ പ്രവാചകൻ കുറച്ച് തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഗുഹയിൽ, ഹിറയിൽ റസൂലുള്ളാഹി ചെല്ലുന്നു. ഇന്ന് തന്നെ 2 മണിക്കൂറോളം യാത്ര ചെയ്തു വേണം ഹിറ കയറി ഇറങ്ങാൻ. ഇന്ന് പടികളുണ്ട്, വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ അത്തരം സംവിധാനങ്ങളൊന്നുമില്ല. അന്ന് ഖദീജ റളിയല്ലാഹു തആല റസൂലുള്ളാഹിക്കുള്ള ഭക്ഷണവുമായി പോകുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിനെ ജിബ്രീലിന്റെ രൂപത്തിൽ ചക്രവാളത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നു. 600 ചിറകുള്ള ജിബ്രീൽ ചക്രവാളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ജിബ്രീലിനെ കണ്ട് റസൂലുള്ളാഹി പേടിക്കുന്നു. പിന്നീട് മനുഷ്യരൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് എത്തി പ്രവാചകനെ അണച്ചുമുട്ടുന്നു ജിബ്രീൽ. പേടിച്ചു ഉറച്ച റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി ഓടിയെത്തുന്നത് ഖദീജ റളിയല്ലാഹു തആലയുടെ അരികിലേക്കാണ്. അത് മക്കയിൽ കൂട്ടുകാരുണ്ട്, മക്കയിൽ കുടുംബക്കാരുണ്ട്, മറ്റു ബന്ധുക്കളുണ്ട്, അബൂ താലിബുണ്ട്. പക്ഷേ ഖദീജ സമ്മിലൂനി ദസ്സിറൂനി എന്ന് പറഞ്ഞ് ഖദീജ റളിയല്ലാഹു തആലയുടെ പേര് പറഞ്ഞ് ഓടി വരുന്ന റസൂലുള്ളാഹിയെ ചരിത്രത്തിൽ കാണാം. കാരണം അള്ളാഹുവിൻ്റെ റസൂലിനറിയാം, ഖദീജ റളിയല്ലാഹു തആലയുടെ അരികിലേക്ക് എത്തിയാൽ ആ സങ്കടങ്ങൾ ഇല്ലാതാകും. ആ വീട്ടിലേക്ക് എത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ സ്വീകരിക്കുന്ന രീതി നോക്കൂ, എത്ര സുന്ദരമാണ് ആ സ്വീകരണം. കല്ല വല്ലാഹി മാ യുഹ്സികല്ലാഹു അബദ ഇന്നക ലതസിലുർ റഹിം. അല്ലാഹു തന്നെയാണ് സത്യം, നിങ്ങളെ പടച്ച റബ്ബ് കൈയൊഴിയുകയില്ല. സങ്കടപ്പെടണ്ട, നിരാശപ്പെടണ്ട, റബ്ബ് കൈയൊഴിയുകയില്ല. ആ ജാഹിലിയത്തിൽ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ വിശ്വാസം ഖദീജ റളിയല്ലാഹു തആലയിലുണ്ട്. വറഖത്ത് ബിൻ നൗഫലിന്റെ അരികിൽ നിന്ന് അള്ളാഹുവിനെ പറ്റി കേൾക്കാനും പഠിക്കാനും ഇൽമു സ്വീകരിക്കാനും ഖദീജ റളിയല്ലാഹു തആലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസം നോക്കൂ, അള്ളാഹു കൈയൊടിയുകയില്ല. ഇന്നക ലതസിലുർ റഹിം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന വ്യക്തിയാണ്. എന്തെങ്കിലും ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ, അപകടങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് താങ്ങാണ്. ഭർത്താവിൻ്റെ നല്ല ഗുണങ്ങൾ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്ന, അവരെ സ്വീകരിക്കുന്ന ഖദീജ റളിയല്ലാഹു തആല 3 വർഷത്തെ നിസ്സഹകരണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
മലഞ്ചെരുവിൽ ഉപരോധം തീർത്തപ്പോ മക്കയിലെ മുശ്രിക്കീങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള ഉപരോധം സൃഷ്ടിച്ചപ്പോ ആ ഉപരോധത്തിന്റെ നാളുകളിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ചേർന്ന് നിന്നത് ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ്. എത്ര ശക്തമായ പട്ടിണിയായിരുന്നു. ഒരു നാട് ഒന്നടങ്കം ഉപരോധിക്കുന്നു, ഭക്ഷണം നൽകാതെ, സൗകര്യങ്ങൾ നൽകാതെ, എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെടുത്തുന്നു. ആ ഒറ്റപ്പെടലുകളുടെ നാളുകളിലും ഭർത്താവിൻ്റെ കൂടെ ചേർന്ന് നിന്ന ഖദീജ റളിയല്ലാഹു തആല അൻഹ. നോക്കൂ, പലപ്പോഴും പച്ചിലകൾ അവർ കടിച്ചു, മരത്തിൻ്റെ തോൽ അത് വെള്ളത്തിൽ കുതിർത്ത് അതവർ കടിച്ചു. സമ്പന്നയായ കുലീന കുടുംബത്തിൽ ജനിച്ച സമ്പത്തിൻ്റെ സൗകര്യങ്ങളിൽ ജനിച്ചു വളർന്ന ഖദീജ റളിയല്ലാഹു തആല അൻഹ പ്രയാസത്തിൻ്റെ നാളുകളിൽ ഭർത്താവിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നത്, റസൂലുള്ളാഹിയുടെ കൂടെ ചേർന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 10 വർഷത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തിൽ ഏറ്റവും ആശ്വാസമായത് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വാക്കുകളും അവരുടെ സമ്പത്തുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, അല്ലാഹു സലാം അറിയിച്ച ലോക സ്ത്രീകളിൽ അല്ലാഹു സലാം അറിയിച്ച മഹദിയാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, ഫഖ്റ അലൈഹിസ്സലാം മിൻ റബ്ബിഹ വ മിന്നി, എന്നിൽ നിന്നും അല്ലാഹുവിൽ നിന്നുമുള്ള സലാം അവരെ അറിയിക്കുക എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു. എത്രമാത്രമാണ് അവരുടെ മഹത്വം! മാത്രമല്ല, സ്വർഗത്തിൽ അവർക്കൊരു ഭവനമുണ്ട്. വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു ഭവനം കൊണ്ട് ഖദീജക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അറിയിച്ചു കൊടുക്കുകയാണ്. മരണത്തിനപ്പുറവും അണയാത്ത മുറിയാത്ത സ്നേഹമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജ റളിയല്ലാഹു തആല അൻഹയോട്. ഖദീജ റളിയല്ലാഹു തആല അൻഹയെ ഓർക്കാൻ, ഖദീജ റളിയല്ലാഹു തആല അൻഹയെ പ്രശംസിക്കാൻ, അവർക്ക് വേണ്ടി പാപമോചനം ചോദിക്കാൻ റസൂലുള്ളാഹിക്ക് മടുപ്പുണ്ടായിരുന്നില്ല. എപ്പോഴും ഓർക്കുമായിരുന്നു, എപ്പോഴും അവരെ പ്രശംസിക്കുമായിരുന്നു, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുമായിരുന്നു. ഇത് പറയുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. മറ്റൊരു ഭാര്യയും ഒറ്റക്ക് ഇതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിട്ടില്ല. ഖദീജ റളിയല്ലാഹു തആല അൻഹ അവരുടെ വഫാത്ത് വരെ, അവരുടെ മരണം വരെ മറ്റൊരു ഭാര്യയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചിട്ടില്ല. മാത്രവുമല്ല, ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദബഹ അശ്ശാത്ത ഫയഖൂൽ അർസിലൂ ബിഹാ ഇലാ അസ്ദിഖാഇ ഖദീജ. വല്ല ആടോ അതുപോലെയുള്ള അറവ് റസൂലുള്ളാഹി നടത്തുമ്പോൾ അതിൻ്റെ മാംസം ഇത് ഖദീജയുടെ കൂട്ടുകാരികൾക്ക്, ഖദീജയുടെ കുടുംബത്തിന് നൽകൂ എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈമാറുമായിരുന്നു. മരണത്തിന് ശേഷവും മുറിയാത്ത സ്നേഹം. അങ്ങനെയാകണം സ്നേഹബന്ധം കുടുംബങ്ങളിൽ. എപ്പോഴും പിരിയുന്ന, എപ്പോഴും തമ്മിൽ തല്ലുന്ന അതല്ല. മരിച്ച് പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ട് പിരിയുമ്പോഴും അവരുടെ ഓർമ്മകളിൽ നല്ല നല്ല നിമിഷങ്ങൾ കൈമാറാൻ നമുക്ക് സാധിക്കണം. മഹദി ആയിഷ റളിയല്ലാഹു തആല പറയാണ്, ഞാൻ അവരെ കണ്ടിട്ടില്ല, പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ഖദീജ എന്നിങ്ങനെ പറയുന്നത് കേട്ട് എനിക്ക് അവരോടൊരു ദേഷ്യം തോന്നി. മഗിർതു അലാ ഇംറഅത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗിർതു അലാ ഖദീജ. ഖദീജയോട് തോന്നിയതുപോലെ എനിക്ക് മറ്റാരോടും തോന്നിയിട്ടില്ല. എന്തേ ഖദീജയോട് അങ്ങനെ തോന്നാനുള്ള കാരണം? ഞാൻ അവരെ കണ്ടിട്ട് പോലുമില്ല. ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, അങ്ങേക്ക് ഖദീജയല്ലാത്ത മറ്റൊരു ഭാര്യ ഇല്ലാത്തതുപോലെയാണല്ലോ സംസാരം. എപ്പോഴും ഖദീജ, ഖദീജയുടെ ഓർമ്മകൾ, ഖദീജയുള്ള നാൾ, അങ്ങനെ ഖദീജയുടെ കൂടെയുള്ള ദിവസങ്ങൾ, അതിങ്ങനെ പറയാൻ മാത്രം
മറ്റു ഭാര്യമാരൊന്നുമില്ലേ? റസൂലുള്ളാഹിയുടെ മറുപടി, ഖദീജ അവർക്ക് തുല്യം മറ്റൊരാളാവുകയില്ല, അവരിലാണ് എനിക്ക് അല്ലാഹു സന്താനങ്ങളെ നൽകിയിട്ടുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 50-ാമത്തെ വയസ്സിൽ റമദാനിൽ നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു തആല അൻഹ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിലേക്ക് യാത്ര ചെയ്യുന്നു. ആ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് മാറിപ്പോകുന്നു. എത്രമാത്രം ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വേർപാട് റസൂലുള്ളാഹിയുടെ മനസ്സിനെ പ്രയാസപ്പെടുത്തിയിരിക്കണം. എത്രമാത്രം അവിടെ നിന്ന് മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് മാറാൻ മാത്രം മനസ്സിനെ പ്രയാസപ്പെടുത്തി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വേർപാട് എന്ന് നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ഉമ്മയിൽ ഒരുപാട് ഗുണപാഠം നമുക്കുണ്ട്. നല്ല സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു. ആ സമ്പത്ത് അവർ മാറ്റിവെച്ചത് റസൂലുള്ളാഹിക്ക് വേണ്ടിയായിരുന്നു. അവരുടെ ജീവിതം അവർ മാറ്റിവെച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അവരുടെ ഇൽമും അവരുടെ മറ്റു അമലുകളും എല്ലാം ഇസ്ലാമിനു വേണ്ടി അവർ മാറ്റിവെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു. റസൂലുള്ളാഹിക്ക് തണലായി മാറി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷത്തിലും സന്താപങ്ങളിലും കൂടെ ചേർന്ന് നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച നമ്മുടെ ഉമ്മ, ആ ഉമ്മയുടെ കൂടെ നമ്മുടെ മുൻഗാമികളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.